ബ്രക്സിസം അല്ലെങ്കിൽ ഹാബിച്വലായിട്ട് വരുന്ന പല്ലുകൾ തമ്മിലുള്ള ഗ്രൈൻഡിങ്. കുറേ പേരെടുത്ത് ഇതാണ് റീസൺ എന്ന് പറയുമ്പം അവരാരും ഇല്ല ഞാൻ പല്ല് കടിക്കാറില്ല എന്നുള്ള ഒരു റെസ്പോൺസാണ് തരാറ്. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ അറിയാണ്ട് തന്നെ പലരും പല്ല് ഗ്രൈൻഡ് ചെയ്യുന്നവരുണ്ടാവും. അതിൻ്റെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സ്ട്രെസ്സ് കാരണം, ആങ്സൈറ്റി കാരണം, സ്ലീപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം, ഇല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം, ന്യൂറോളജിക്കൽ ഡിസോർഡർ കാരണം, അങ്ങനെ പല പല കണ്ടീഷൻസും ഉണ്ട് ഈ ഒരു ബ്രക്സിസം അല്ലെങ്കിൽ ടൂത്ത് ഗ്രൈൻഡിങ് സംഭവിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്താണ് ഇത് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു കൗൺസിലിംഗ് സെഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആങ്സൈറ്റിയോ സ്ട്രെസ്സോ എന്താണെങ്കിലും അത് റിലീവ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് കുറയും. രണ്ടാമത്തത്, സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ ഇത് കുറയും. ഇനിയിപ്പം നമ്മൾ ഓവറായിട്ട് ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ യോഗ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ അതൊന്ന് കൺട്രോൾഡ് ആവുന്നത് വരെ പല്ലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് ഗാർഡ്സ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു കവറിങ് ചെയ്യുന്നത് നല്ലതാണ്.